ജാപ്പനീസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമ്മൾ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 34 × 43. അപ്പം നമുക്ക് വെറുതെ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. അതിനായിട്ട് നമുക്ക് ആദ്യം 34നെ ഡ്രോ ചെയ്യണം, ദെൻ 43 ഡ്രോ ചെയ്യണം. സോ 34 നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടും ദെൻ 43 നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 34നെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 3നെ റെപ്രസെൻറ്റ് ചെയ്ത് മുകളിൽ 3 ലൈൻസ് വരച്ചു, ദെൻ 4നെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് താഴെ 4 ലൈൻസും വരച്ചു. ദെൻ 43 അതിൽ 4നെ റെപ്രസെൻറ്റ് ചെയ്ത് ലെഫ്റ്റിൽ 4 ലൈൻസ് വരച്ചു, ദെൻ 3യെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലും 3 ലൈൻസ് വരച്ചു. ദെൻ ഇവിടെ എത്ര ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കണം. ഇവിടെ 1 2 3 സോ 12 ലൈൻസ് ആണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 12ലെ 2 ആയിരിക്കും. ഇനി ബാക്കി 1 അവിടെയുണ്ട്. നെക്സ്റ്റ് ഈ മിഡിൽ പോർഷനിൽ നോക്കുക. മിഡിൽ പോർഷനിൽ എത്ര ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കണം. സോ ഇവിടെ 16 പ്ലസ് ഇവിടെ 9, അതായത് 25. 25 ലൈൻസ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 1 ഇവിടെ ഉണ്ടായിരുന്നു. സോ 25 പ്ലസ് 1 26. സോ 10th പ്ലേസിലുള്ള ഡിജിറ്റ് 6 എന്ന് കിട്ടി. ഇനി ബാക്കി 2 അവിടെയുണ്ട്. സോ ലാസ്റ്റ് ഇനി ഇവിടെ എത്ര ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ ഇവിടെ 12 ലൈൻസ് ആണ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി ഇവിടെ 2 ഉണ്ട്. സോ 12 പ്ലസ് 2 14 എന്ന് കിട്ടും. സോ 34 × 43 1462 എന്നാണ് ആൻസർ. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇത്രയും ടൈം എടുക്കുന്നത്. അതല്ല പെട്ടെന്ന് ഇങ്ങനെ പറയാതെ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താവുന്നതാണ്.